സാറേ, ബംഗ്ലാദേശിൽ ഇപ്പോൾ ഷേഖ് ഹസീന പുറത്തായതിനു ശേഷവും അവിടുത്തെ സാമ്പത്തിക നിലയ്ക്ക് വലിയ ചാഞ്ചാട്ടമൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് കരുതിയത്. പക്ഷേ സാമ്പത്തിക നില ആ രാജ്യത്ത് തകരുന്നു എന്നാണല്ലോ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ റേറ്റിംഗ് ഏജൻസിയാണല്ലോ ഈ രാജ്യങ്ങളുടെ ഗ്രോത്ത്, വികസനവും ഒക്കെ എത്രയായിരിക്കും ഓരോ വർഷവും എന്നൊക്കെ പ്രവചിക്കുന്ന. അത് ഒരുപാട് സാമ്പത്തിക ഘടകങ്ങൾ പഠിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഈ മൂഡീസ്, S&P, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഇങ്ങനെ റേറ്റിംഗ് ഏജൻസികളൊക്കെ. അപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ റേറ്റിംഗ് ഏജൻസി മൂഡീസ്, ലോകത്തിലെ നമ്പർ 1 റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ്. അവർ ഇതിൻ്റെ റേറ്റിംഗ് B1 നിന്ന് B2 താഴ്ത്തി കുറച്ചു ബംഗ്ലാദേശിൻ്റെ. അതിന് കാരണം പറയുന്നത്, അതായത് പിന്നെ അതിൻ്റെ സ്ഥിരത, രാഷ്ട്രീയ സ്ഥിരത ബംഗ്ലാദേശിൻ്റെ അത് സ്റ്റേബിൾ എന്നാണ്. ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്ന കാലത്ത് സ്ഥിരമാണ്, സുസ്ഥിരമാണ് എന്നാണ് മൂഡീസ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് നെഗറ്റീവാക്കി മാറ്റി. അവിടെ ഒരു സ്ഥിര ഭരണമോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള മട്ടിലാണ് മൂഡീസ് ഇപ്പോൾ ബംഗ്ലാദേശിനെ കാണുന്നത്. സ്റ്റേബിൾ എന്നുള്ളത് നെഗറ്റീവ് ആയിട്ട് മാറി. അപ്പോൾ ഇനി അത് രാഷ്ട്രീയ റിസ്ക് വളരെ ഉണ്ട്. മറ്റേ ബംഗ്ലാദേശിന് സ്ഥിരതയില്ല, ക്രമസമാധാന പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടെ നടന്ന അക്രമങ്ങളുമൊക്കെ. ഇത് സാധാരണഗതിയിലുള്ള ഒരു റിപ്പോർട്ടല്ലത്. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയവും സാമ്പത്തികവും എല്ലാം കൂടി വിശദാംശങ്ങളുള്ളൊരു റിപ്പോർട്ടാണ് മൂഡീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടു, എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം വന്ന അഭിമുഖത്തിലെ കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. യൂന്യൂസിൻ്റെ കുറഞ്ഞ വളർച്ചയേ ഉണ്ടാവുള്ളൂ, ഇപ്പോൾ ഡൗൺഗ്രേഡ് ചെയ്തു. പിന്നെ ഔട്ട്ലുക്ക്, ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഭാഗത്താണ് ഇത് നെഗറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത് മൂഡീസ്. അപ്പോൾ അതിൻ്റെ കുഴപ്പങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്കിങ് മേഖല അത് ഇനി ഗുണം പിടിക്കില്ല. പിന്നെ പുറത്തു നിന്നുള്ള ശക്തികൾ, ബാഹ്യശക്തികൾ ഇതിൻ്റെ അകത്ത് ഇടപെട്ട് അപകടം ഉണ്ടാക്കുന്നു. ബംഗ്ലാദേശിൻ്റെ അകത്ത് സർക്കാരിന് ധാരാളം ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകളും അല്ലാത്തതും വന്നുപെട്ടിരിക്കുന്നു. സാമൂഹികമായ ഉത്കണ്ഠകൾ സീമാതീതമാണ് ബംഗ്ലാദേശിൻ്റെ. തിരഞ്ഞെടുപ്പ് നടത്താനുള്ള റോഡ് മാപ്പ് ബംഗ്ലാദേശിൽ കാണുന്നില്ല. ഇപ്പം ഭരിക്കുന്നത് ഉപദേശികളാണ്. അവർ മറ്റേ തിരഞ്ഞെടുപ്പ് നടത്തും എന്ന് പറഞ്ഞിട്ടാണ് അധികാരമേറ്റത്. അധികാരമേറ്റെടുത്ത് 3-4 മാസം ആയല്ലോ. 3 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. ഇപ്പോൾ യൂനിസ് കഴിഞ്ഞ ദിവസം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് 4 വർഷമെങ്കിലും യൂനിസ് തുടരും. ആഗ്രഹം 4 വർഷമെങ്കിലും തുടരും. ഏതിനാണ് പ്രയോറിറ്റി, മുൻഗണന വേണ്ടത്? ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് യൂനിസ്. തിരഞ്ഞെടുപ്പ് വേണം എന്നുള്ളിടത്താണോ അതോ ഒരു സ്ഥിരമായ ഭരണം വേണം എന്നുള്ളിടത്താണോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭരിക്കണം, ഞാൻ സമാധാനമായി കൊണ്ടുപോകാം എന്നുള്ളതാണ് അല്ലേ? അയാൾ 4 ഉപദേഷ്ടാക്കളെ പുതുതായിട്ട് എടുത്തിട്ടുണ്ട്. യൂനിസിൻ്റെ ഉപദേഷ്ടാക്കൾ. യൂനിസ് കുറച്ച് ഉപദേഷ്ടാക്കൾ നേരത്തെ ഉണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ തീരുമാനിച്ചത്. 2 പിള്ളേരാണ് കാര്യങ്ങളൊക്കെ നയിക്കുന്നത്, 26 വയസ്സ് ഒക്കെ ഉള്ളവർ. അപ്പോൾ ഈ 4 പേരെ പുതിയതായിട്ട് എടുത്തത് ഉപദേഷ്ടാക്കൾ, അതിലൊരാൾ ഭാര്യയുടെ ഡോക്ടറാണ്. ഓ ശരി. ഈ ലെവലിലാണ് ആളുകൾ യൂനിസിൻ്റെ പോക്ക്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ക്രമസമാധാനം വഷളായി, മതസ്പർദ്ധ കൂടി വരുന്നു. 2023 മെയ്യിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2ാമത്തെ തവണയാണ് ബംഗ്ലാദേശിനെ ഡൗൺഗ്രേഡ് ചെയ്യുന്നത്, ഈ താഴ്ത്തുന്നത്. 14 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഭാവി നെഗറ്റീവാണ് എന്ന് മൂഡീസ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന പോയതിനെ തുടർന്നാണ്. അത് അമേരിക്കയിലൊരു റേറ്റിംഗ് ഏജൻസിയാണ് പറയുന്നത്. ബൈഡനും കൂട്ടരുമാണ് ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ഉണ്ടായത്. ഇനിയിപ്പോൾ ഈ വളർച്ച എത്രയായിരിക്കും എന്നുള്ള പ്രവചനം
6.3% വളർച്ചയുണ്ടായിരുന്നത് ഇനി 4.5% കുറയും അടുത്ത കൊല്ലം. രാഷ്ട്രീയ അസ്ഥിരതയും ക്രമസമാധാനം വഷളായതുമാണ് കാരണം. പിന്നെ ആഭ്യന്തര ഉപഭോഗം കുറയും. ആളുകൾ സാധനം വാങ്ങിക്കുന്ന പരിപാടിയൊക്കെ പൈസയൊക്കെ ഇല്ലാതെ വരുന്നതുകൊണ്ട് അത് കുറയും. പിന്നെ വെള്ളപ്പൊക്കം അടുത്ത കാലത്തുണ്ടായിരുന്നു. അപ്പോൾ കാർഷിക മേഖലയെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കാർഷിക മേഖലയുടെ കാര്യവും ഇത് തന്നെ. മൂഡീസിൻ്റെ ഈ റിപ്പോർട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് നേരത്തെ പറഞ്ഞ അഭിമുഖം, 4 വർഷം ഞാൻ തന്നെ ഭരിക്കും എന്ന് യൂനിസ് പറഞ്ഞ് അഭിമുഖം വരുന്നത്. അപ്പോൾ അതും കൂടിയൊക്കെ അവർ കണക്കിലെടുത്തിട്ടുണ്ടാവും. ഹിന്ദുക്കൾക്ക് എതിരെ നടന്ന ആക്രമണം, ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞില്ലേ ഭാവി, ആ നെഗറ്റിവിറ്റിയുടെ പ്രധാനപ്പെട്ട കാരണം ഹിന്ദുക്കൾക്കെതിരായ ആക്രമണമാണ് എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. മോഡീസിൻ്റെ ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചതാണ് പ്രശ്നം അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവാകാനുള്ള കാരണം ആ രാജ്യത്തിന് ഭാവിയില്ല ഇത്തരം അക്രമങ്ങൾ നടക്കുമ്പോൾ. അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ആരും നിക്ഷേപിക്കില്ല. അതാണ്. വേറെ രാജ്യങ്ങളുടെ നിക്ഷേപമൊക്കെ വരണമല്ലോ, വ്യവസായങ്ങൾ വരണം. ഇതൊന്നും ഇങ്ങനത്തെ കാലാവസ്ഥയിൽ ആരും ചെയ്യില്ല. കാശ് മുടക്കുന്നവന് റിട്ടേൺ വേണമല്ലോ, ലാഭം. വിദേശ നാണ്യ ശേഖരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. $21.7 ബില്യൺ ഇപ്പോൾ ഉണ്ട്. അത് ഈ വർഷം ജൂൺ മുതൽ ഒക്ടോബർ വരെ ഉള്ള സമയത്ത് അത് 19.8 കുറഞ്ഞു വിദേശ നാണ്യ ശേഖരം. നേരത്തെ $21.7 ബില്യൺ ആയിരുന്നത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലത്ത് 19.8 കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഹസീന പോകുന്ന ഒക്ടോബർ 5-നാണല്ലോ. അപ്പോൾ പ്രക്ഷോഭമൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടല്ലോ അവർക്കെതിരെ. ആ പീരീഡിലാണ് വിദേശ നാണ്യ ശേഖരം കുറയുന്നത്. ഈ 19.8 ബില്യൺ എന്ന് പറയുന്നത് 3.2 മാസത്തേക്കുള്ള ഇറക്കുമതിക്ക് തികയൂ. 2024 ഒടുവിൽ ഈ വർഷം അവസാനം $20 ബില്യൺ ഉണ്ടാകാം എന്ന് കരുതുന്നു. 2025 IMFൻ്റെ വായ്പ കിട്ടിയാലേ വിദേശ നാണ്യ ശേഖരം, കരുതൽ ശേഖരം കൂടുകയുള്ളൂ. IMFൻ്റെ ഒരു വായ്പയ്ക്ക് വേണ്ടി കൊടുത്തേക്കാണ് അല്ലേ? അത് പാസ്സായി, അതും കാക്കുന്നുണ്ട്, അത് പാസ്സായി വരും. അപ്പോൾ അത് വരണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കില്ലേ? ഇവര് പോകുന്നതിന് മുമ്പേ, ഷെയ്ഖ് ഹസീന പോകുന്നതിന് മുമ്പ്, അവരെ പുറത്താക്കുന്നതിന് മുമ്പ് അവർ ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്ത്യയിൽ വന്ന ശേഷം ചൈനയിലും പോയി. 2 സ്ഥലത്തും നിന്നും വായ്പ ചോദിച്ചിരുന്നു. നമ്മൾ കൊടുത്തതിനേക്കാൾ കുറവായിരുന്നു ചൈനയുടെ വായ്പ എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ചൈന ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് തോന്നുന്നു. സാധാരണ ചൈന കൂടുതൽ സഹായം കൊടുക്കുന്നതാണ്. പക്ഷെ അത് രാജ്യം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയായിരിക്കും. അതെ. അപ്പോൾ അങ്ങനെ വായ്പ മേടിച്ചിട്ടാണ് ഷെയ്ഖ് ഹസീന നടത്തിക്കൊണ്ടുപോയത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ആര് വായ്പ കൊടുക്കാനാണ്? ഏത് രാജ്യം കൊടുക്കാനാണ്? ഇന്ത്യയും ചൈനയുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. രണ്ടുപേരും കൊടുക്കില്ല. ആ അവസ്ഥയിലാണ് രാജ്യത്തിൻ്റെ ഭാവി കൊണ്ടെത്തിച്ചിരിക്കുന്നത് അവർ. പിന്നെ വൈദ്യുതി രംഗത്ത് കുടിശ്ശിക വന്നിട്ടുണ്ട്. അത് നമുക്കറിയാമല്ലോ, അദാനിക്ക് ഉള്ള കുടിശ്ശികയുണ്ട്. അപ്പോൾ വൈദ്യുതി കുടിശ്ശിക ഉള്ളത്, അതായത് വൈദ്യുത കമ്പനികൾക്ക് കൊടുക്കേണ്ട തുക കൊടുക്കാത്തത്, അത് വിദേശ നാണ്യ ശേഖരത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അത് ഡോളർ ഇതിലൊക്കെയല്ലേ കൊടുക്കുന്നത്. നവംബർ 1 അദാനി പവർ $800 മില്യൺ കുടിശ്ശിക, ബംഗ്ലാദേശ് കുടിശ്ശിക വരുത്തിയതായിട്ട് പറഞ്ഞിട്ട് അത് നിർത്തിയിട്ടുണ്ടല്ലോ ഇപ്പോൾ അങ്ങോട്ടുള്ള വൈദ്യുതി വിതരണം. 170 മില്യൺ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒപ്പിടുമ്പോൾ തന്നെ അത്രയും പറഞ്ഞിരുന്നതാണ്. പിന്നെ തുണി അനുബന്ധ കയറ്റുമതി അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. തുണി ടെക്സ്റ്റൈൽസാണ് കയറ്റുമതിയിൽ കൂടുതൽ, അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ലീസ്റ്റ് ഡെവലപ്ഡ്, ഏറ്റവും കുറഞ്ഞ വളർച്ചയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ബംഗ്ലാദേശ്. അപ്പോൾ 2026 അതിൽ നിന്നൊരു അപ്ഗ്രേഡ് വരും. UN ലീസ്റ്റ് ഡെവലപ്ഡ് എന്നുള്ളതിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് അപ്ഗ്രേഡ് വരുമ്പോൾ
ലീസ്റ്റ് ഡെവലപ്ഡായ രാജ്യങ്ങൾക്ക് സാധാരണ മറ്റ് രാജ്യങ്ങൾ സഹായം കൊടുക്കും. അവിടെ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഈ സഹായം കുറേ നിലയ്ക്കും. കാരണം കുറച്ച് അവികസിത രാജ്യം എന്നുള്ള പൊസിഷന് ഒക്കെ വരുമല്ലോ, വികസ്വര രാജ്യം അങ്ങനെയാണല്ലോ. അപ്പോൾ അവികസിത രാജ്യം എന്നുള്ള ഇന്ന് വികസ്വര രാജ്യം എന്ന് പറഞ്ഞിട്ട് അപ്ഗ്രേഡ് ചിലപ്പോൾ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ സഹായം കുറയും. സമീപ ഭാവി മൂഡീസ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സമീപ ഭാവിയിലൊന്നും ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ സ്ഥാനം പോകാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല, ഒരാശയുമില്ല. അതുകൊണ്ട് അതിൻ്റെ ഔട്ട്ലുക്ക് നെഗറ്റീവായിട്ട് തുടരും. സ്ഥിരത കാണുന്നില്ല. എല്ലാ മേഖലയിലും തകർച്ചയാണെന്ന് അവർക്ക് മനസ്സിലായി അല്ലേ? അതിനനുസരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. മാത്രമല്ല മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഭരണമില്ലല്ലോ, തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ഒരു സ്ഥിരം സർക്കാർ വന്നിട്ടില്ല. എന്നിട്ട് അവിടെയുള്ള യൂനുസ് ആണെങ്കിൽ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങാനുള്ള ശ്രമമാണ്. വയസ്സ് കുറേ ആയി. പിന്നെ ഈ ചിഹ്നൻ ബാധിച്ചതിൻ്റെ പിച്ചുമ്പയാണോ എന്നറിയില്ല. ഞാൻ ആ ഇൻ്റർവ്യൂ വായിച്ചിരുന്നു. എന്തായാലും നമ്മൾ ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ രാജ്യം പൂർണ്ണമായിട്ടും തകരുന്നത് ചിലപ്പോൾ കാണേണ്ടി വരും അല്ലേ? ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ. കാരണം അത് തകർന്നു കാണണമെന്ന് ആഗ്രഹമുള്ള, കാരണം ഇന്ത്യയായിട്ട് നല്ല ബന്ധമായിരുന്നത് കൊണ്ട് തകർന്നു കാണണമെന്ന് ആഗ്രഹമുള്ള ബാഹ്യശക്തികളുണ്ട്. അത് ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇപ്പോൾ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് പിരിഞ്ഞുപോയി, സഖ്യത്തിൽ നിന്ന്. അവർ പ്രക്ഷോഭം നടത്തി. ഇനി അവാമി ലീഗും ഉള്ള ശക്തിയൊക്കെ വെച്ചിട്ട് പ്രക്ഷോഭങ്ങൾക്ക് മുതിരുന്നുണ്ട്. അവിടെ ഒരെണ്ണം ഇപ്പോൾ നടത്താൻ പറ്റിയില്ല, അടിച്ചമർത്തി. അപ്പോൾ ഒരു പ്രക്ഷോഭം കൊണ്ടാണ് പുറത്താക്കിയത് ജമാഅത്തെ ഇസ്ലാമിക്കാർ. പിന്നെ അവിടുത്തെ അൽഖയ്ദ ശക്തികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അൻസാർ ബംഗ്ല, അൽഖയ്ദയുടെ പോഷക സംഘടന, അവരൊക്കെയാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയത്, വിദ്യാർത്ഥികളല്ല. അപ്പോൾ അവരുടെ ഒരിക്കലും ഭീകര സംഘടനകളുടെ പിടിയിൽ ബംഗ്ലാദേശ് ആകുന്നത് ഈ ബാഹ്യശക്തികൾക്ക് തന്നെ നല്ലതല്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പാഠമൊക്കെ പഠിക്കേണ്ടതാണ് അമേരിക്ക. ബൈഡൻ അത് പഠിച്ചില്ല. അപ്പോൾ ട്രംപ് വരുമ്പോൾ ഭേദപ്പെടുമെന്ന് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.